സാധനം വരുന്നത്. നമ്മൾ 70 വയസ്സ് വരെ ജീവിക്കലല്ല ബുദ്ധി. 70 വയസ്സുകാരൻ്റെ കൂടെ 2 മണിക്കൂർ ജീവിക്കാന്ന് പറയാം. നമ്മൾ അവർ പറയും ഓനെ അങ്ങനെ പോകുമ്പോൾ പുറത്ത് കാണാൻ നല്ല ഭംഗിയുണ്ട്, പക്ഷേ ബാക്കിൽ വലിയൊരു കുഴി കിട്ടോ എന്ന് അയാൾ പറഞ്ഞാൽ നമ്മൾ വെറുതെ കുഴി ചാടാൻ നിൽക്കണം. ഒന്ന്. രണ്ടാമത്തെ ഒരു കേസ്, നമ്മളൊക്കെ ഭയങ്കര ബുദ്ധിമാന്മാരാണ്, ഭയങ്കര ഐഡിയൽ ആൾക്കാരാണെന്നാണ് നമ്മുടെ വിശ്വാസം. ഒരു പരിധി വരെ ശരിയാണ്, പക്ഷേ നമ്മുടെ കാര്യത്തിൽ പറ്റില്ല. വേറെ ആൾക്ക് നമുക്ക് അഡ്വൈസ് കൊടുക്കാൻ, ഉപദേശം കൊടുക്കാൻ ഭയങ്കര മിടുക്കന്മാർ. നമ്മുടെ കാര്യത്തിൽ ഒരു രക്ഷയില്ല, നമ്മളെപ്പോഴും ടെൻസ് ആയിരിക്കും. ഇവിടെയാണ് ഐഡിയ ഫാക്ടറിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. നേരത്തെ ചോദിച്ചു ഇന്നോവേറ്റീവ് ഐഡിയാസ്. ഒരു സംശയമില്ല, നമ്മുടെ ബുദ്ധിയും നമ്മുടെ കഴിവും നമ്മുടെ എക്സ്പീരിയൻസും കൊണ്ട് നമ്മൾ ഇവിടെ എത്താൻ ഇത് മതിയായിരുന്നു. ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാൻ ഇനി ഇത് പോരാ. ഞാൻ തന്നെ ഒന്നും കൂടി പറയുകയാണെങ്കിൽ, നമ്മുടെ അടുത്ത് എന്താ ഇല്ലാത്തത് നമ്മൾ പൈസ കൊടുത്ത് വാങ്ങണം. നമ്മുടെ അടുത്ത് ബുദ്ധിയാണെങ്കിൽ ബുദ്ധി പൈസ കൊടുത്ത് വാങ്ങണം. ഐഡിയ ഇല്ലാതെങ്കിൽ ഐഡിയ പൈസ കൊടുത്ത് വാങ്ങണം. നമ്മളത് നെറ്റ്വർക്കാണ്. ബന്ധങ്ങളല്ലാതെങ്കിൽ ബന്ധങ്ങൾ പൈസ കൊടുത്ത് വാങ്ങണം. ആശയങ്ങളില്ലെങ്കിൽ ആശയങ്ങൾ പൈസ കൊടുത്ത് വാങ്ങണം. അതിന് വലിയ ബുദ്ധിയൊന്നും വേണ്ട, വലിയ റോക്കറ്റ് സയൻസും വേണ്ട. ഇന്നലെ വരെ ചെയ്ത കാര്യങ്ങളാണ് ഇന്നും നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഇന്നലെ കിട്ടിയ റിസൾട്ടിന് ഇന്നും കിട്ടുള്ളൂ. അതിനെന്താ അത്ര പഠിക്കേണ്ട ആവശ്യമുണ്ടോ? പുതിയതായിട്ട് എന്തെങ്കിലും ചെയ്താൽ പുതിയ റിസൾട്ട് കിട്ടുള്ളൂ. ഇതൊക്കെ കോമൺ കാര്യങ്ങളാണ്, നമ്മൾ ചിന്തിച്ചാലില്ലെങ്കിൽ കോമൺ കാര്യങ്ങളാണ്. പിന്നെ നമ്മൾ പറയാറുണ്ട് ബിസിനസ്. എന്താ ബിസിനസ്? നമ്മൾ പരിയൊക്കെ പറഞ്ഞാൽ ഗുരുവിലൊക്കെ പറയും എന്താ ബിസിനസ്? നമ്മൾ അങ്ങോട്ട് 6 മാസം തിരിഞ്ഞു നോക്കിയിട്ടില്ലെങ്കിൽ അതിനൊരു ഒന്നും സംഭവിക്കാതെ, അതാണ് ബിസിനസ്. നമ്മളത് ഏർപ്പാടാണ്. നമ്മളൊന്ന് വെച്ചെത്തിക്കണ കഴിഞ്ഞ്, അല്ലെങ്കിൽ നമുക്ക് താല്പര്യം പച്ച കഴിഞ്ഞ് അല്ലേ? നമ്മൾ ബിസിനസ് എന്ന് പറയുന്നത് വിജയസാല ഭാഷ പറയാൻ WTIME എന്ന് പറയും. WTIME. ആരാൻ്റെ ബുദ്ധി, ആരാൻ്റെ പൈസ, ആരാൻ്റെ എക്സ്പീരിയൻസ്, ആരാൻ്റെ വർക്ക്. ഇത് വൃത്തിയായിട്ട് ആര് കോർഡിനേറ്റ് ചെയ്യുന്നു? ഈസ് ബിസിനസ്മാൻ. അതാണ് ബിസിനസ്മാൻ എന്ന് പറയുന്നത്. അതോടെ നമ്മളെ പിൽപ്പാടിനെ കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള നല്ല ഏറ്റവും പുതിയ ആശയങ്ങളും ഏറ്റവും പുതിയ ബന്ധങ്ങളുമാണ് ഇപ്പം ലോകം ഭരിക്കുന്നത്. കഴിഞ്ഞ ഒരു 10 വർഷമായിട്ട് ലോകത്തിലെ കോടീശ്വരന്മാരെടുത്ത് കഴിഞ്ഞാൽ ആരും ഇൻഡസ്ട്രിയൽ രംഗത്തുള്ള ആൾക്കാരൊന്നല്ല. ഫേസ്ബുക്ക് അല്ലെങ്കിൽ വാട്സപ്പ് എന്നൊക്കെ പറയാം. പണ്ട് നമ്മൾ പറഞ്ഞു കൊമേഴ്സിലൊക്കെ പഠിച്ചിരുന്നു, ലാൻഡ് ലേബർ ക്യാപിറ്റൽ ഓർഗനൈസേഷൻ.